Spotlight. സൽസയുടെ റേറ്റ് എത്രയാ? സൽസയുടെ റേറ്റ് അന്ന് 40 രൂപയായിരുന്നു. ഇന്നില്ല, സൽസ ഇന്ന് ബാൻഡാണ്. നമ്മൾ വിട്ട് പോയി. അതെ, ഗവൺമെന്റിന്റെ ആയിരുന്നു സൽസ. ഇന്ന് സൽസ ഇല്ല. ഫ്രണ്ട്സിന്റെ ഇടയിൽ സുന്ദര കാലമാടൻ എന്നുള്ള പേരുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, കാരണം എന്ത് പ്രശ്നം വന്നാലും ഈ മുഖം വെച്ച് രക്ഷപ്പെട്ടു പോകുന്ന ഒരു ഭാഗ്യമുണ്ടത്. സത്യാണോ? ചെറുതായിട്ട് എളിമ പോട്ടെ. പ്രത്യേകിച്ച് സീനിയേഴ്സ് ഒക്കെ റാഗ് ചെയ്യാനൊക്കെ വന്ന് ഒരു പരിധി കഴിയുമ്പോ പിന്നെ മുഖമൊക്കെ കണ്ടു കഴിയുമ്പോ നീ പിന്നെ വേണ്ട. കോളേജിൽ ഭയങ്കര പാർട്ടി പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു കോളേജിൽ. അപ്പൊ അതിന്റെ അകത്തൊക്കെ നമ്മൾ തല്ലിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് നമ്മുടെ എന്നാ നീ പോ. എന്നെക്കാളും വലിയ ഒന്നും അറിയാത്ത ഏതെങ്കിലും ഒരുത്തനുണ്ടാവും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഗുണ്ട ലുക്കൊക്കെ ഉള്ള അവനെ കയറി 2 പൊട്ടിച്ചിട്ട് അവൻ കടന്ന് തല്ലൊക്കെ ആകും. നമ്മള് നൈസായിട്ട്. അപ്പൊ സത്യമാണ്, സുന്ദരകാലമായിട്ടാണ് ചെറുതായിട്ട് അവിടെയും എളിമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുസ്തിയില് കുറെ റിസർച്ച് നടത്തിയിട്ടുണ്ടല്ലോ. നടത്തി ലങ്കോട്ടി ഇട്ട് നോക്കിയിട്ടുണ്ടോ? ലങ്കോട്ടി ഇട്ട് നോക്കിയിട്ടുണ്ട്. ഒരിക്കലും അല്ല. ലങ്കോട്ടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാണം മാനം അങ്ങോട്ട് വിലക്ക് കൊടുക്കേണ്ടി വരും. ഒരു ജിമ്മിൽ ഒരു 6 മാസം പോയി ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലങ്കോട്ടി ഇടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പണ്ട് കളരിക്ക് പോയത് ചെറുപ്പത്തിൽ. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അന്ന് കളരിന്റെ സാർ എനിക്ക് സാധനം തന്നു, ലങ്കോട്ടിയാ ഇതിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് നിർത്തിയില്ല കളരി, സ്പോട്ടിൽ. യൂട്യൂബ് വീഡിയോ, ഓ ഗോഡ്, മല്ലു ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് മല്ലു പോയി ലങ്കോട്ടി. മലയാളം ഇൻഡസ്ട്രിയിൽ ജിമ്മിൽ കയറ്റേണ്ട, അത്യാവശ്യമായിട്ട് കയറ്റേണ്ട നായകൻ നായിക. അയ്യോ, എളിമല്ല മോനെ, എളിമല്ല. സംഗതി പോലെ പറയണം. It's a very tough question. I can understand from your face, but you have to answer this question, man. ഹീറോ ആണ്. ഹീറോ ആൻഡ് ഹീറോയിൻ both. ഹീറോ ഇപ്പൊ വിനീതേട്ടൻ ജിമ്മിലൊന്ന് കയറിയെന്ന് നന്നായിരുന്നു തോന്നുന്നു. ഇപ്പൊ വിനീതേട്ടനെ നേരിട്ട് കാണുന്ന സമയത്ത്, വിനീതേട്ടൻ ഞാൻ റേഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിനീതേട്ടനെ കൂട്ടില്ല, ടോവിനോനെ കൂട്ടില്ല. നിവിൻ ചേട്ടൻ ഒന്ന് ജിമ്മിൽ പോയാൽ നന്നായിരിക്കും. ചേട്ടനെ കൂട്ടണ്ട. ഇത് 3 പേരല്ലാത്ത വേറെ ആളെ പറയും. അജു ചേട്ടനും അല്ല, അടുത്തത് പറയും. ബാക്കി നടന്മാർക്കൊക്കെ അത്യാവശ്യം നല്ല ബോഡി ഉണ്ടല്ലോ നമുക്ക്. ഈ ഡിപ്ലോമസി ഈ ഫീൽഡിൽ വന്നതിന് ശേഷം പഠിച്ചതാണോ? ചെറുതായിട്ടൊക്കെ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം. അപ്പൊ അതിന് ഉത്തരം പറയില്ല. അതിന്റെ ഉത്തരം ഇതൊക്കെയാണ്. നിവിൻ ചേട്ടൻ ഞാൻ ശരിക്കും പറഞ്ഞാണ്, ഇപ്പൊ ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് കുറച്ച് നന്നായിരിക്കും തോന്നുന്നു. നിങ്ങൾ എന്തിനാണ് ജിമ്മിൽ പോകുന്നത്? നായകനും നായികയുടെ കാര്യമല്ലേ പറഞ്ഞത്? എന്റെ ഉള്ളത്തെ ഭാവി ഞാൻ വെറുതെ പുറത്തേക്ക് പുറത്തേക്ക് ഭാവിയിലല്ല. അന്നേരം ഞാൻ അതിന് ഉത്തരം പറയാം. ഞാൻ ഒരു 15ാമത്തെ പടമൊക്കെ ചെയ്തിട്ടിരിക്കുമ്പോ അതിന് ഉത്തരം നായിക പാർവതി ജിമ്മിൽ പോണോ? ഗ്ലാമറസ് റോളുകൾ പുള്ളിക്കാർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്ന ആളുമാണ്. വിളിച്ചു പറയണോ? വേണ്ട, ജിമ്മിൽ പോയാൽ നന്നായിരിക്കും തോന്നുന്നു. പാർവതി ബേസിൽ പറയുന്നു, പാർവതി ജിമ്മിൽ പോണെന്ന് കേട്ടോ. കയ്യിലൊരു 450 കോടി രൂപ അങ്ങ് തന്നാ മനസ്സിൽ എന്ത് പ്രോജക്റ്റ് ആണ് ഉള്ളത്? കൊച്ചു കോടി താല്പര്യമില്ല. മനസ്സിൽ കൂടി കടന്നു വരുന്ന മുഖങ്ങൾ ഇല്ല. എനിക്ക് അങ്ങനെ എപ്പിക് അങ്ങനത്തെ സിനിമകളിലേക്കാളും കുറച്ചുകൂടെ ജുറാസിക് പാർക്ക് അല്ലെങ്കിൽ ടൈറ്റാനിക് അങ്ങനത്തെ സിനിമകൾ ഉണ്ടല്ലോ, ഭയങ്കര VFXും കുറെ ആർട്ടിസ്റ്റും ഭയങ്കര സെറ്റപ്പിലൊക്കെ ഉള്ള ഒരു സിനിമ ഉണ്ടല്ലോ. എപ്പിക് സ്കെയിലുള്ള വേറൊരു ടൈപ്പ് ഓഫ് സിനിമ, അങ്ങനത്തെ സിനിമകൾ. അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമ ഞാൻ ഡൈനോസർ കൊണ്ട് മലയാളം പറയിപ്പിക്കണം. ആ പടം എന്നല്ല ഞാൻ പറഞ്ഞത്, ആ സ്കെയിലുള്ള പടം, അങ്ങനത്തെ മൂഡിലുള്ള പടം. സ്പീൽബർഗിന്റെ ഒക്കെ മൂഡിലുള്ള പടങ്ങളുണ്ടല്ലോ. 450 കോടി കിട്ടിയാൽ Spotlight.